അത്ര പെട്ടെന്നൊന്നും കാണില്ല. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം കാണാൻ പറ്റും. കണ്ടോ? നിങ്ങൾക്ക് എത്ര ആൾക്ക് കാണാൻ പറ്റിയെന്ന് പറയാൻ പറ്റില്ല. ഈ പൊടിപടലം മാത്രമേ കാണുള്ളൂ. എന്താ സംഭവിച്ചതെന്ന് നോക്കുന്ന ആൾക്ക് ഇതാ ഇപ്പോൾ നോക്കിക്കോ, ഒരു വൈറ്റ് കളർ സാധനം ഇപ്പം വരും. അതാണ് ഹൈപ്പർസോണിക് മിസൈൽ. ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുള്ള മിസൈലാണിത്. ഈ വീഡിയോ ഫേക്കാണെന്ന് പറയുന്നവർ കാണാൻ വേണ്ടിയിട്ടാണ് ദ ടൈംസ് ഓഫ് ഇന്ത്യ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇതുള്ളത്. ഇതൊരു ഹൈപ്പർസോണിക് മിസൈലാണ്. ഇറാൻ്റെ പക്കലുള്ള നല്ല ഉഗ്രശേഷിയുള്ള നല്ല ആറ്റം സാധനമാണ് ഇപ്പോൾ ഇറാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇറാൻ്റെ കൈവശം ചില്ലറ സാധനങ്ങളൊന്നുമല്ല ഉള്ളത്. ഒരുപാട് തരത്തിൽ വിവിധമായ റേഞ്ചുകളിൽ കിലോമീറ്റർ, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഉദ്ദേശിച്ച സ്ഥാനത്തിൽ പ്രഹരശേഷി നടത്താൻ പറ്റുന്ന വിവിധങ്ങളായിട്ടുള്ള മിസൈലുകളാണ് ഇറാൻ്റെ കൈവശമുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് ഫത്താഹ് 2 എന്നുള്ളത്. ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ, HGV എന്നാണ് അതിന് പറയുക. അങ്ങനത്തെ ഒരു ടൈപ്പ് മിസൈലാണിത്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതുണ്ടാക്കിയതിൻ്റെ മെയിൻ പർപ്പസ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നത് കൂടി ഇതിൻ്റെ ദിശകൾ എന്താക്കാൻ പറ്റും, ഇവർക്ക് കൺട്രോൾ ചെയ്ത് മാറ്റാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ സ്പീഡ്, വേഗത എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ 13 മുതൽ 15 മടങ്ങാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് സ്പോട്ടിൽ നമ്മൾ കേൾക്കുന്നില്ല, അതിനേക്കാൾ 13 മടങ്ങ് നമ്മൾക്ക് ആദ്യം കാണിച്ച വീഡിയോയിൽ കാണാത്തതിൻ്റെ കാര്യം അത് തന്നെയാണ്. നമ്മളൊന്ന് കണ്ണ് ചിമ്മുന്ന നേരം കൊണ്ട് ഈ ഒരു മിസൈൽ അവിടെ പാഞ്ഞെത്തി പ്രഹരം നടത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അത്രത്തോളം പ്രഹരശേഷിയുള്ള, വേഗതയുള്ള, കഴിവുറ്റ ഒരു മിസൈലാണ് ഫത്താഹ് 2 എന്നുള്ളത്. ഇതിൻ്റെ റേഞ്ച്, ഇത് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരപരിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1400 മുതൽ 1500 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ദൂരപരിധി എന്നുള്ളത്. അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ഇതിൻ്റെ ദിശകൾ നമുക്ക് മാറ്റാൻ പറ്റും. ഈ മിസൈൽ കണ്ടുപിടിക്കുന്നതിനുള്ളിൽ തന്നെ ഇത് ആക്രമണം നടത്തി പോകുന്നതാണ് ഇതിൻ്റെ വലിയൊരു സവിശേഷത. ശത്രു രാജ്യങ്ങളുടെ റഡാർ സിസ്റ്റത്തിൽ ഈ മിസൈൽ പതിഞ്ഞ് അതിനെ പ്രതിരോധിക്കാനുള്ള മറ്റു മിസൈൽ ശത്രു രാജ്യം അയക്കുന്ന ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഇതുപോലെയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ വന്ന് ആക്രമണം നടത്തുന്നു. അതുതന്നെയാണ് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഏറ്റവും വലിയ തലവേദനയായിട്ടുള്ളത്. ഇറാൻ്റെ കൈവശം ഫത്താഹ് മാത്രമല്ല, ഇതുപോലെയുള്ള ഒരുപാട് മിസൈൽ, പല രീതിയിലുള്ള മിസൈലുകൾ ഇറാൻ്റെ കൈവശമുണ്ട്. അതാണ് ശത്രു രാജ്യങ്ങൾക്ക് പേടിയും.